ഇഡി കേസ് പ്രതികളുടെ ഊഞ്ഞാലാടൽ വിവാദം IP ബിനുവിന്റെ റീൽസ് വീഡിയോ മെറ്റ നീക്കം ചെയ്തു. സംഭവം വിവാദമായതിന് പിന്നാലെ ആഭ്യന്തര വകുപ്പ് അന്വേഷണം ആരംഭിച്ചിരുന്നു. പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന് പിന്നാലെയാണ് മെറ്റയുടെ നടപടി. ഡാൻ കുര്യൻ വിശദാംശങ്ങളുമായി ചേരും. ഡാന്, പോലീസ് നൽകിയ ഒരു സൗകര്യം അത് വളരെ കൃത്യമായി ഈ പ്രതികൾ ഉപയോഗിച്ചു എന്ന് വേണം കരുതാൻ. മുരളീധരൻ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഭരണം മാറിയതറിയാത്തവരാണ് ഇത്തരമൊരു പ്രവർത്തിക്ക് പിന്നിൽ എന്ന്. എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? ആഭ്യന്തര വകുപ്പ് ഇത് ഗൗരവമായി എടുത്തിട്ടുണ്ടോ? സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണം പുരോഗമിക്കുകയും റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയും ചെയ്തതിന് പിന്നാലെയാണ് മെറ്റയുടെ ഭാഗത്ത് നിന്ന് അപ്രതീക്ഷിതമായി തിടുക്കത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. IP ബിനു തന്നെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പ്രതി IP ബിനു തന്നെ ഈ റീൽസ് ചിത്രീകരിച്ച് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചതിന് പിന്നാലെയാണ് സംഭവം വിവാദമാവുകയും അതിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പോലീസിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് ഇപ്പോൾ വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ മെറ്റയുടെ ഭാഗത്തുനിന്ന് FB പോസ്റ്റിലെ ഈ റീൽസ് നീക്കുന്ന നടപടി അല്പസമയം മുമ്പ് ഉണ്ടായിരിക്കുന്നത്. വിവാദമായ സംഭവം, അതിൽ ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണം ആരംഭിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. മന്ത്രി മുരളീധരൻ പറഞ്ഞതുപോലെ ഭരണം മാറിയത് അറിയാത്ത പോലീസുകാരാണ് ഇത്തരം ചില സൗകര്യങ്ങൾക്ക് പിന്നിൽ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന കാര്യം. എന്തായാലും തലകൾ ഉരുളുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.